ആദ്യം ചോദിക്കാം, നമുക്ക് ഫ്രം ദ ബിഗിനിങ് തുടങ്ങാം. എങ്ങനെയാ സാറിൻ്റെ ഒരു പഠിത്തം, ഇപ്പം ഈ രാഷ്ട്രീയത്തിൻ്റെ ഇടയിലുള്ള ഒരു ലൈഫ്, അപ്പൻ്റെ ഒരു ലൈഫ്, പക്ഷെ പഠിത്തം നിങ്ങളുടെ ഒക്കെ? ഞാൻ സ്കൂളിങ് മൊത്തം ട്രിവാൻഡ്രത്തായിരുന്നു. കാർമൽ സ്കൂളിലായിരുന്നു ജോയിൻ ചെയ്ത്. പിന്നെ ലയോള, സെന്റ് തോമസ്, 3 സ്കൂളിലായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇവാനസിലെ ഒരു വർഷം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് പക്ഷേ പേരൻസിന് നിർബന്ധം, എനിക്കും ആഗ്രഹമായിരുന്നു. എൻ്റെ പ്രിൻസിപ്പൾ എൻ്റെ 11th വെച്ച് പറഞ്ഞ് സെൻറ്റ് സ്റ്റീവൻസിൽ പോകണം. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അദ്ദേഹമാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ കോളേജിനോട്. അപ്പം അങ്ങനെ മനസ്സിൽ ആഗ്രഹം കിടന്നുകൊണ്ട് ഞാൻ 2004 സെൻറ്റ് സ്റ്റീവൻസിൽ പോയി. സെൻറ്റ് സ്റ്റീവൻസിൽ പോയി അവിടെ ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ലോ എടുത്തു. ലോ കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ഹിസ്റ്ററി എടുത്തു. അത് സ്റ്റീഫൻസ് വഴിയാണ്. പക്ഷേ സ്റ്റീഫൻസിൻ്റെ പ്രത്യേകത വെച്ചാൽ, ഡിയുടെ പ്രത്യേകത വെച്ചാൽ കോളേജിൻ്റെ പേര് കാണും, പക്ഷെ പഠിത്തം ക്യാമ്പസിലാണ്, യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് മാസ്റ്റേഴ്സ്. അപ്പോൾ അവിടെ മാസ്റ്റേഴ്സ് ചെയ്തു. പിന്നെ 2 LLM പല സമയത്തായിട്ട് എടുത്തു. അതാണ്. ഞാനിപ്പം ശരിക്കും ഒരു തനി വീട്ടമ്മയായിട്ടാണ് ചോദിക്കുന്നത്. എനിക്ക് രാഷ്ട്രീയമൊന്നും വലിയ പിടുത്തമില്ല. എല്ലാ രാഷ്ട്രീയക്കാരുടെയും ഞാനൊരു ഇത് കാണുന്നില്ല, എല്ലാവരും മിക്കൊരു അഡ്വക്കേറ്റാ. അതന്നെ അവരങ്ങനെ ആവുന്നതാണോ അതോ അറിയാൻ വേണ്ടിയിട്ടാണോ? ലോ എന്ന് പറഞ്ഞൊരു പ്രൊഫഷന് അതിന്റെ ഒരു അർത്ഥവ്യാപ്തി ഭയങ്കരമാണ്. അപ്പം ലോ ഇരുന്നുകൊണ്ട് തന്നെ പൊളിറ്റിക്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം പൊളിറ്റിക്സ് എന്ന പ്രൊഫഷന് ഇൻകം ഇല്ലാത്തൊരു പ്രൊഫഷനാണ്. അപ്പം അതിനെ ലോ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഡോക്ടറാണെങ്കിൽ ഫുൾ ടൈം അത്ര എളുപ്പമല്ല എൻ്റെ കൂട്ടത്തിൽ പൊളിറ്റിക്സ് ചെയ്യുക. ലോയിലെ പഠനം നമുക്ക് മാനേജ് ചെയ്യാവുന്ന പഠനമാണ്. അതിന് ഇച്ചിരി ലോജിക്കും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ഒരു വിധം പിടിച്ചിരിക്കാം. അതിന് ഡോക്ടർ പോലെ ഒന്നും പഠിക്കണ്ട, അത്രയും പഠിക്കണ്ട. അതാണ് എനിക്ക് പഠിക്കാൻ. എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ ലോയ്ക്ക് പോയതല്ല. ഞാൻ അരമണിക്കൂർ മാത്രമേ പഠിച്ചുള്ളൂ. എനിക്ക് അതിനകത്തൊരു 360 റാങ്ക് കിട്ടി, മെയിൻ സെന്ററും കിട്ടി. അതുകൊണ്ട് മാത്രമേ എനിക്ക് തന്നെ അറിയാലോ, അതുകൊണ്ടാണ് ഞാൻ അതങ്ങ് എടുത്തത്. പക്ഷെ അതിന് JNU പോണത് നടന്നില്ല. അപ്പം ഇത് വന്നപ്പോഴത്തേക്ക് കാരണം എനിക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെന്നുള്ളത് തോന്നൽ വന്നു. അപ്പൊ ഈ കോളേജ് ലൈഫിലൊക്കെ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു? പിന്നെ കോളേജ് ലൈഫിൽ അതിനു മുമ്പ് അല്ല, ഞാൻ ഇവാനസിൽ ഒരു വർഷം KSU. ഡൽഹി ഞാൻ സ്റ്റീഫൻസി വന്നപ്പോൾ സ്റ്റീഫൻസി KSU എന്നുള്ളത് പൊളിറ്റിക്സ് ഇല്ല, AVP അങ്ങനെയൊന്നുമില്ല. അവിടെ പൊളിറ്റിക്സ് ഇല്ലാത്തൊരു രാഷ്ട്രീയമാണ്. അപ്പൊ ഞാൻ ഇലക്ഷൻ മത്സരിച്ചപ്പോൾ എല്ലാ പാർട്ടിപ്പെട്ടവരും എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. സോ ഏത് അഫിലിയേഷൻ ഉള്ളവർ, BJP ആണ്, CPM ആണ്, അങ്ങനെ ഒരു രാഷ്ട്രീയം നോക്കിയിട്ടല്ല അവിടെ. നമ്മൾ ഫ്രണ്ട്ലി ബേസിലുള്ള ഇലക്ഷനാണ്. അപ്പം ആ ഇലക്ഷന് എനിക്ക് 110 വോട്ടിന്റെ മാർജിൻ, എൻ്റെ 3 വർഷത്തെ ഏറ്റവും വലിയ മാർജിൻ അതായിരുന്നു. ഈ മാർജിൻ കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സോ ഈസി. പക്ഷെ എന്നാൽ ഈ മാർജിൻ കിട്ടുക എന്നുള്ള ഒരു മാതൃക എന്ന് പറയുന്ന ഒരു സാധനമല്ലോ, ഒരു സാധനം നമുക്ക് അതിന്റെ ബാക്കിൽ വർക്ക് ചെയ്യണമല്ലോ, ബാക്കപ്പ് ഉണ്ടല്ലോ. ഈ ബാക്കപ്പ് ശരിക്കും അപ്പൻ്റെ കുറച്ചൊക്കെ കണ്ടുപിടിക്കുന്നതാണോ, അതല്ല കുഞ്ഞുനാൾ മുതലേ ഇത് കണ്ടിട്ടൊരു ശീലമൊക്കെ നമുക്ക് അതിന്റെ വേ ഓഫ് രീതി അറിയാം? ഞാൻ സത്യം സ്റ്റീവൻസിൽ പോയപ്പോൾ ഇലക്ഷൻ മത്സരിക്കണമെന്ന് ആലോചിച്ചതല്ല, നമ്മൾ പഠനം ബേസ് ചെയ്ത് പോയതാണ്. പക്ഷെ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നാച്ചുറലി അവിടുത്തെ പൊളിറ്റിക്സിനോട് നമ്മളങ്ങ് ഇടപഴകി, നമ്മളങ്ങനെ അവിടുത്തെ പങ്കാളിയായി. പിന്നെ ശശി തരൂർ അവിടുത്തെ പ്രസിഡന്റായിരുന്നു. അപ്പൊ അതാണ് നമ്മുടെ ഇൻസ്പിറേഷൻ. പുള്ളിയാകുമ്പോൾ നമുക്കൊരു ആഗ്രഹം, അദ്ദേഹത്തെ പോലെ നമുക്ക് നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അങ്ങനെ ഇലക്ഷൻ മത്സരിച്ചു. അപ്പം അതേസമയം അപ്പയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. മെന്റലിയും ഒക്കെ പുള്ളി സപ്പോർട്ട് ചെയ്തു. അപ്പന് ഇഷ്ടമായിരുന്നോ മോൻ ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതും? അങ്ങനെ ഇഷ്ടക്കേടൊന്നും പറഞ്ഞിട്ടില്ല, അപ്പം ചോദിച്ചിട്ടില്ല. അല്ല, നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ ചോയ്സ് തന്നിട്ടുണ്ട്. ഒരാളെയും ഒന്നിനും ഫോഴ്സ് ചെയ്യാറില്ല, സ്റ്റോപ്പ് ചെയ്തിട്ടുമില്ല, ഇതുമില്ല. പക്ഷെ പിന്തുണച്ചോന്ന് ചോദിച്ചാൽ പിന്തുണയ്ക്കേണ്ട ചില സാഹചര്യം പിന്തുണച്ചിട്ടില്ല. ഒരു ഐഡിയോളജി ഉണ്ട് അദ്ദേഹത്തിന്, ആ ഐഡിയോളജി വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. ദാറ്റ് വാസ് വെരി ഷുവർ. അപ്പം ദേഷ്യപ്പെടുവോ? വളരെ റെയറായിട്ട് മാത്രമേ. അപ്പം നേരത്തെ കാര്യം മുൻകൂട്ടി എല്ലാം പറഞ്ഞു തരും? ചില കാര്യങ്ങൾ പറഞ്ഞുതരും, എല്ലാ കാര്യങ്ങളും പറയല. അതെല്ലാം നമ്മൾ അദ്ദേഹത്തെ കണ്ട് മനസ്സിലാക്കണം. ഞാൻ ഈ ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ പൊതുവെ സാർ ഇപ്പം രാഷ്ട്രീയത്തിലേക്ക് വന്നു. അപ്പൊ പൊതുവേ ഒരു വിവാദം എന്താന്ന് വെച്ചാൽ, അപ്പനെ പോലെ മാനറിസംസ്, അപ്പനെ പോലെ മുടി, അപ്പനെ പോലെ എല്ലാം ചെയ്യുക, അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് കയറി അങ്ങനെയൊക്കെ പറയുന്നില്ലുണ്ടായിരുന്നേ. അന്നേരം അത് ഞാൻ ചോദിക്കാം. പക്ഷെ അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ ഒക്കെയല്ലോ. കാര്യം നമ്മൾ ഈ ജനിക്കുമ്പോഴേ അപ്പനെ ഇങ്ങനെ കാണുക, അപ്പന് ചുറ്റും രാഷ്ട്രീയം തന്നെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ എത്രയായാലും കുറച്ചൊക്കെ നമുക്കും ഇൻസ്പയർഡ് ആവുമല്ലോ അപ്പനെ. നമ്മളിപ്പം ഞാൻ 2 വ്യക്തികളെ കണ്ടിട്ടാണ് ഇൻസ്പിറേഷൻ. ഒന്ന് രാജീവ് ഗാന്ധി, 2 എൻ്റെ ഫാദർ തന്നെയാണ്. അപ്പം പക്ഷെ ഫാദർ മുടിയിടുന്ന, എൻ്റെ മുടി ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. അദ്ദേഹം ചെയ്യാറുണ്ട്, ഞാൻ ചെയ്യാറില്ല. ഞാൻ താടി വെക്കുന്നുണ്ട്, അദ്ദേഹം വെച്ചിട്ടില്ല. അത് ഒരിക്കലും വെച്ചിട്ടില്ല. ഞാൻ തല മുട്ട അടിച്ചൊക്കെ പലതവണ മുട്ട അടിച്ചിട്ടുണ്ട്.
അപ്പൻ അതൊന്നും അത് ചെയ്തിട്ടില്ല. ചെയ്തിട്ടുമില്ല. അപ്പൊ എനിക്ക് എന്റേതായ സ്റ്റൈലുണ്ട്. പക്ഷെ അതിനെ ഇപ്പം എന്ത് ചെയ്താലും അങ്ങനെ ഇന്റർപ്രറ്റ് അപ്പൻ ചെയ്യാം. കറക്റ്റ്. നമ്മൾ എന്ത് ചെയ്താലും അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കുക.